ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഒരു പുതിയ പ്രശ്നത്തെക്കുറിച്ചെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. യൂട്യൂബിൽ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ്. നമുക്ക് അഫിലിയേറ്റ് ലിങ്ക് എല്ലാം തന്നെ ടാഗ് ചെയ്യാനെല്ലാം സാധിക്കും. അതായത് നമുക്ക് പ്രൊഡക്ട്സുകളെല്ലാം ടാഗ് ചെയ്ത് അതിൽ നിന്നും കമ്മീഷൻ എല്ലാം നേടാനെല്ലാം നമുക്ക് സാധിക്കും. ഇപ്പോൾ ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഇതുമായെല്ലാമുള്ള ടൈപ്പിലൂടെ എല്ലാം തന്നെ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഫീച്ചറെല്ലാം ഇപ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ടാഗ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, പലർക്കും പല പ്രൊഡക്ട്സ് എല്ലാം അവർ ടാഗ് ചെയ്തതിന് ശേഷം അതിനുശേഷം അവർക്കൊരു മെസ്സേജ് എല്ലാം വരുന്നുണ്ട്. അതായത് ഈ ഒരു ടാഗ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ റിമൂവ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ പലർക്കും ഇതുപോലെ ആകെ ടെൻഷനെല്ലാമാണ്. അതായത് അവർ ഇത്തരത്തിൽ ഈ പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്തതിന് ശേഷം എന്തുകൊണ്ടാണ് അവരുടെ ഈ ടാഗ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം റിമൂവ് ചെയ്തിരിക്കുന്നത് എന്നെല്ലാം കൺഫ്യൂഷനെല്ലാം ഉണ്ടാകാം. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് സ്ട്രൈറ്റായി എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത് എന്നെല്ലാം നോക്കാം. എങ്ങനെയുള്ളവർക്കെല്ലാമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് എല്ലാം വർക്കാകുന്നത്, അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നവർ ശ്രദ്ധിക്കണം, ഏതെല്ലാം ചാനലിനാണ് ഇത് യൂസ്ഫുൾ ആകുന്നത്, അല്ലെങ്കിൽ ഏതെല്ലാം ചാനലിന് ഈ ഒരു ഫീച്ചർ ലഭിക്കില്ല, ഇതിനെക്കുറിച്ചെല്ലാം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തരത്തിൽ റിമൂവ് ആകുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, നമ്മൾ ഈ ടാഗ് ചെയ്തിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ഇത് റീറ്റെയിലർ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഇത് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇത് നമ്മുടെ വീഡിയോയിലും റിമൂവ്ഡ് എന്നെല്ലാം കാണിക്കും. ഇപ്പോൾ ഉദാഹരണമായി അവർ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം ഇതെല്ലാം സെൽ ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നു. അതിനുശേഷം ഈ പ്രൊഡക്റ്റ് എല്ലാം സോൾഡ് ഔട്ട് ആവുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു പ്രൊഡക്റ്റ് ഒന്നും തന്നെ അവൈലബിൾ ആയിരിക്കില്ല. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം അവരുടെ പ്രൊഫൈലിൽ നിന്ന് തന്നെ റിമൂവ് ആയിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ഈ ഒരു ടാഗ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൽ നിന്നും ഇത് റിമൂവ്ഡ് ആയിരിക്കും. കാരണം ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം റിമൂവ് ആയി എന്ന് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ റിമൂവ് ആയിരിക്കുന്ന ഈ ഒരു പ്രൊഡക്റ്റിന് സൈഡിലായി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ലഭിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ടാഗ് ചെയ്തിരിക്കുന്ന ഇത്തരത്തിൽ റിമൂവ്ഡ് എന്ന് വന്നിരിക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം, അതായത് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയ കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ആഡ് ചെയ്യാനെല്ലാം സാധിക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ പുതിയ വീഡിയോസിൽ മാത്രമല്ല നിങ്ങൾ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോസിലും നിങ്ങൾക്ക് ഇതുപോലെ പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്ത് അതിൽ നിന്നും കമ്മീഷൻ എല്ലാം നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നേരത്തെ ചെയ്തിരിക്കുന്ന വീഡിയോസും ഇതുപോലെ എഡിറ്റ് ചെയ്ത് അതിൽ നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചെല്ലാം പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വീഡിയോ ഇത് പ്രൊഡക്റ്റ് ടാഗിങ്ങിനെല്ലാം എലിജിബിൾ ആണെങ്കിൽ അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് അതിൽ നിങ്ങൾ ഈ പുതിയതായി വന്നിരിക്കുന്ന ഈ പ്രൊഡക്റ്റ് ടാഗ് ഫീച്ചറെല്ലാം യൂസ് ചെയ്യുക. അതിനാൽ തന്നെ നിങ്ങളുടെ ചാനലിലേക്ക് അഡീഷണലായ വരുമാനം എല്ലാം നേടാനും നിങ്ങൾക്ക് സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.